കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ സമൂഹം മുഴുവൻ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ ദൈവവചനവുമായി അല്പസമയം നമുക്ക് ചെലവഴിക്കുവാൻ കർത്താവ് നൽകുന്ന അവസരത്തിനായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രതിസന്ധിയൊക്കെ അല്പമൊന്ന് അയഞ്ഞു എന്ന് കരുതി നാം പൂർണ്ണമായും സ്വതന്ത്രരായി എന്ന് നാം ആരും ചിന്തിക്കരുത്. അധികാരികൾ നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും നാം വിധേയപ്പെട്ട് സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കണം. അതെല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ വചനം അത് ആത്മീയ മേഖലയ്ക്കാണ് ഊന്നൽ കൊടുത്ത് പറയുന്നതെങ്കിലും ആത്മീയം മാത്രമല്ല ഭൗമികവും ശാരീരികവുമായ മേഖലകളിലും നാം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നാം വളരെ ഉത്തരവാദിത്വ ബോധമുള്ളവരായി ജീവിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായ ഇച്ഛാശക്തി ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ശരിയായ തീരുമാനങ്ങൾ, വസ്തുതകളെ വിലയിരുത്തിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വവും ചുമതലയുമുണ്ട്. ആ കാര്യത്തിൽ നാം വിശ്വസ്തരായിരിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും ധാരാളമായ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മോട് കാണിച്ച കരുണയ്ക്കായും നമ്മെ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി സമൂഹത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകുന്നതിനാലും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പിന്നെയും അവിടുത്തെ സംരക്ഷണത്തിനായും അവിടുത്തെ കൃപയ്ക്കായും അവിടുത്തെ പരിപാലനത്തിനായും പൂർണ്ണമായും നമ്മെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് എന്നുള്ള കൃപ നമുക്ക് നൽകട്ടെ. നാം റോമാലേഖനം 13-ാമത്തെ അധ്യായമാണല്ലോ ചിന്തിച്ചു വരുന്നത്. ഈ 13-ാമത്തെ അധ്യായത്തിൽ ശ്രേഷ്ഠാധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം എന്നുള്ള പ്രബോധനം പൗലോസ്ലീഹ നൽകിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ അധികാരികളോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഒരു നല്ല പ്രബോധനമാണ്. പ്രിയമുള്ളവരെ, രാഷ്ട്രവും സഭയും രണ്ട് മേഖലകളിലുള്ള സേവനമാണ് മനുഷ്യ സമൂഹത്തിൽ നൽകുന്നത്. ഒന്നിനെ കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ പരസ്പരം സഹകരിച്ചും പരസ്പരം മാനിച്ചും എല്ലാ മേഖലകളിലും മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ദൈവോപദേശനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായ നില എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ ഭരണാധികാരികളെല്ലാവരും നീതിമാന്മാരാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. പലപ്പോഴും അധികാരത്തിലെത്തുന്നത് തന്നെ പല വിധത്തിലുള്ള തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ചും തന്ത്രപരമായി തെരഞ്ഞെടുപ്പുകളിൽ എതിരാളിയെ തോൽപ്പിച്ചുമൊക്കെയാണ് പലരും അധികാരത്തിൽ വരുന്നതെന്നുള്ളത് ഒരു രാജ്യത്തെ മാത്രമല്ല, മിക്കവാറും എല്ലാ രാജ്യത്തെയും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അധികാരത്തിൽ വരുന്ന ആളിനെ ദൈവം ഈ വഴിയിലൂടെ നിയമിച്ചെന്നോ ന്യായമായി നമുക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ 13-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അധികാരികൾ എന്നല്ല, അധികാരങ്ങൾ എന്നാണ് ഇവിടെ പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ വ്യവസ്ഥിതി, അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്ന ഒരു വ്യവസ്ഥിതി, അതാണ് പരിശുദ്ധാത്മാവ് നമ്മെ
പ്രബോധിപ്പിക്കുന്നത്. അധികാരികളായി രംഗത്ത് വരുന്നവരെല്ലാവരും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരും നീതിമാർഗം പിന്തുടരുന്നവരുമാകണമെന്നില്ല. എന്നാൽ ഈ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്ന ജനതയും സമൂഹത്തിൽ സ്വൈര്യതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതിയും അത് ദൈവ നിയമിതമാണ്. അതുകൊണ്ട് ആ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ, ഓരോ അധികാരിക്കല്ല അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ പരിശുദ്ധാത്മാവെ പ്രബോധിപ്പിക്കുകയാണ്. ഒരു വ്യക്തി പറയുന്ന ഉത്തരവുകൾ അല്ലെങ്കിൽ ഒരു ഭരണകൂടം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ജനം അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ആ ഓരോരോ വ്യക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ ആ വ്യവസ്ഥിതിക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. അധികാരസ്ഥാനത്ത് വരുന്ന ആ വ്യക്തിയല്ല അവിടെ പ്രധാനം, അദ്ദേഹം കൈയാളുന്ന അധികാരമാണ്, ആ പൊസിഷനാണ്, അദ്ദേഹം കൈയാളുന്ന ആ അധികാരത്തിൻ്റെ ആ കസേര വെറും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഭൗമികമായുള്ള ആ ഇരിപ്പിടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ അധികാരത്തിൻ്റെ ആ സ്ഥാനമാണ്, ആ പദവിയാണ് നാം ഏറ്റവും പ്രധാനമായി അംഗീകരിക്കുന്നതും അതിനാണ് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അധികാരികൾ എന്നതിനേക്കാൾ അധികാരങ്ങൾ എന്നുള്ള പ്രയോഗം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളതാണ്. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ, അധികാരികളോട് മറുക്കുന്നവനെന്നല്ല, അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ഇത് ദൈവനിയമിതമായ ഒരു വ്യവസ്ഥിതിയാകയാൽ സമാധാനപരമായി സ്വൈര്യതയോടുകൂടി സമൂഹത്തിൽ ജീവിക്കുവാൻ ആവശ്യമുള്ള ഈ ഭരണ സംവിധാനം, ആ സംവിധാനത്തിന് നാം ബോധപൂർവം ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചന വിരുദ്ധമായി, ദൈവവചനം നിഷ്കർഷിക്കുന്നതിന് ഘടകവിരുദ്ധമായുള്ള ഉത്തരവുകൾ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് വന്നാൽ അതിന് കീഴടങ്ങിയിരിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ശ്രേഷ്ഠാധികാരങ്ങൾക്ക് നാം കീഴടങ്ങിയിരിക്കുവാനായിട്ട് ബാധ്യതയുള്ളവരാണ്. ഒരു ദൈവ പൈതൽ സമൂഹത്തിലെ ഒരു മാതൃകാ പൗരനായിരിക്കും. അവനെപ്പോഴും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവനും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമായിരിക്കും. അപ്പോൾ ഈ അധികാര സംവിധാനങ്ങൾ ദൈവം നിയമിച്ചിരിക്കുന്നു എന്നുള്ളതിനെ നാം ഒന്ന് വിലയിരുത്തുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നു എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ശരിയാവുക? പ്രിയ ദൈവമക്കളെ, ഇത് ശരിയാകുന്നത് പരമാധികാരിയായി ദൈവമാണ് വാഴുന്നത്. പരമാധികാരി ദൈവം വാഴുന്നതിനാൽ ഒരു കാലഘട്ടത്തിലേക്ക് ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ പിശാചന് ദൈവം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവസരം അനുവദിച്ചിരിക്കുന്നു. മൗനാനുവാദം എന്നൊക്കെ പറയുമില്ലേ, അതുപോലെ ഒരവസരം അനുവദിച്ചിരിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവിനോട് പരീക്ഷാവേളകളിൽ പിശാച് സംസാരിക്കുമ്പോൾ സർവ്വലോകവും അതിൻ്റെ മഹത്വവും അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പിശാച് ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തന്നേക്കാം എന്ന് പറയുകയുണ്ടായി. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു. പരീക്ഷകളിൽ അവൻ ഉപയോഗിച്ച ദൈവവചന ഭാഗങ്ങൾ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തും ആ വാക്യങ്ങളെ പകുതിയാക്കിയൊക്കെ ഇങ്ങനെ മുറിച്ചുമൊക്കെയാണ് പിശാച് ഉപയോഗിച്ചത്. മ്യൂട്ടിലേറ്റഡ് ടെക്സ്റ്റാണ് ഉപയോഗിച്ചത്. ഇന്നും പലപ്പോഴും ദുരുപദേഷ്ടാക്കളായ ആളുകൾ ഈ രീതി തന്നെ ഉപയോഗിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും. സന്ദർഭത്തിൽ നിന്ന് ആ വചനത്തെ പറിച്ചെടുത്തിട്ട് തങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആശയത്തിന് വക്കാലത്ത് പിടിക്കുവാൻ ആ വചനത്തെ ദുരുപയോഗിക്കുന്ന രീതി ഇന്നും നമ്മൾ കണ്ടുവരുന്നു. അത് പൈശാചികമാണ്. പിശാച് ഒരിക്കലും സത്യം പറയുകയില്ല എന്നുള്ളത് സത്യമാണ്. അവൻ ഏൽപ്പിച്ചതല്ല, അവൻ പിടിച്ചെടുത്തതാണ്. ദൈവം മനുഷ്യനാണ് സർവ്വഭൂമിയുടെയും അധികാരം നൽകിയത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. നിങ്ങൾ സകലവും നിങ്ങൾക്ക് കീഴടങ്ങി, നീ കീഴടക്കി വാഴുക എന്ന നിയോഗവുമായിട്ടാണ് ദൈവം ആദമിനെ നിയമിച്ചത്. എന്നാൽ ആ അധികാരത്തിന് അവകാശിയായ ആദമിനെ
പിശാച് ആദമിനെയും ഹൗവയെയും ആദ്യ മനുഷ്യ ദമ്പതികളെ പിശാച് വഞ്ചിച്ച് തൻ്റെ പാട്ടിലാക്കിയപ്പോൾ അവർക്ക് അവകാശപ്പെട്ട അധികാരം അവൻ്റെ നിയന്ത്രണത്തിൽ വന്നുപെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അടക്കി വാഴേണ്ടവൻ വഞ്ചിക്കപ്പെട്ട് കീഴടങ്ങിപ്പോയി. അങ്ങനെ അധികാരത്തിന് അവകാശിയായ മനുഷ്യനെ അധീനതയിലാക്കുക വഴി അധികാരം സാത്താൻ്റെ കയ്യിൽ ചെന്നുപെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അധികാരത്തിലെത്തുന്ന മനുഷ്യരെ ഇന്നും അവൻ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ തിരുവചനം പരിശോധിച്ചാൽ ദേശാധിപതി എന്നൊക്കെയുള്ള ഒരാശയം ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ലൂസിഫറിനെ സംബന്ധിച്ചുള്ള ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ 28-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ സോർ പ്രഭുവിനെ കുറിച്ച്, സോർ എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു. സോർ പ്രഭുവിനെ കുറിച്ച് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ആ 28-ാമത്തെ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നീ സോർ രാജാവിനെ കുറിച്ച് എന്ന് പറയുന്നു, ഒരു വിലാപം തുടങ്ങി. അപ്പോൾ 1-ാമത്തെ വാക്യത്തിൽ സോർ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ സോർ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ സോർ പ്രഭു എന്ന് പറയുന്നത് സോറിൽ വാണിരുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ഞാനിയല്ലോ, നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാകുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തെ സംഗ്രഹിച്ചു വെച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു, നിന്റെ ഹൃദയം ധനനിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. ഇത് പ്രിയമുള്ളവരെ, ഇതൊരു മനുഷ്യൻ. താഴോട്ട് വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നീ ദൈവഭാവം നടിക്കയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ ഇതിൻ്റെ നേരെ വരുത്തും. നോക്കണേ, നീ ദൈവഭാവം നടിക്കയാൽ. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പിന്നെയും നമ്മൾ കാണുന്നുണ്ട്, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ. നോക്കണേ, അപ്പോൾ ദൈവമല്ല, അവൻ ഒരു ദൈവഭാവം നടിക്കുന്ന ഒരു മനുഷ്യൻ, അവനാണ് സോർ പ്രഭു. പ്രധാനമായിട്ടും ഇത് എതിർ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവനൊരു മനുഷ്യൻ, അധികാരത്തിൽ വരുന്നവനാണ്. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി. അപ്പോൾ സോർ രാജാവ്. താഴോട്ട് വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബ് ആകുന്നു. പിന്നെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്റെ അഗ്നിമയ രഥങ്ങളുടെ മധ്യന്ന് മുടിച്ചു കളഞ്ഞു. അപ്പോൾ ആദ്യ ഭാഗത്ത് പറയുന്ന സോർ പ്രഭു എന്നുള്ളത് ഒരു മനുഷ്യ അധികാരിയും, അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് 11-ാമത്തെ വാക്യം മുതൽ പറയുന്ന ആ ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത് ഒരു അഭൗമനായ, ഭൗമികനല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത ഒരു ആത്മജീവിയെക്കുറിച്ചുമാണ്. ആ ആത്മജീവിയെക്കുറിച്ച് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു, നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബ്, ദൂതനായിരുന്നു. അത് ലൂസിഫറാണ്. എന്നാൽ ഇത് ഒന്ന് സോർ പ്രഭുവും മറ്റൊരു സോർ രാജാവുമാണ്. ഈ ബന്ധം, അപ്പോൾ സോറിൽ പ്രഭുവായി വാഴുന്നവൻ മനുഷ്യനാണെങ്കിലും അവിടെ രാജാവായി അധികാരം നടത്തുന്നവൻ ലൂസിഫറാണ്, പിശാചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ ചിത്രം. അതായത് അധികാരസ്ഥാനത്ത്, ഇതാണ് സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ഭരണ സംവിധാനത്തെയും ഭരണാധികാരികളെയും ഒക്കെ സ്വാധീനിക്കുകയും അധികാരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദുരാത്മ വ്യാപാരം, പൈശാചിക വ്യാപാരമുണ്ട്. അധികാരികളെ അവൻ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അവൻ്റെ അധീനതയിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന മനുഷ്യർ അധികാരികളായി വാഴുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഓരോ ഭരണാധികാരി, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, ക്രൂരന്മാരായ ഈദി അമീനൊക്കെ മനുഷ്യമാംസം തിന്നുന്നവനായിരുന്നു എന്നാണ് വെളിപ്പെടുത്തപ്പെട്ടത്. അങ്ങനെയുള്ള ആളുകൾ, ആ ഭരണാധികാരികളെ ദൈവം അധികാരത്തിൽ കൊണ്ടുവന്ന് വെച്ചോ? നോക്കണേ, സ്തോത്രം. ഭരണാധികാരി അധികാരത്തിൽ വരുവാൻ അനുവദിച്ചത് ദൈവമെങ്കിലും അവനെ സ്വാധീനിക്കുന്നത് പൈശാചിക ശക്തി. ഇന്നും അധികാരികളുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ടും
തൻ്റെ മനസാക്ഷിയോട് നീതി പാലിച്ചും നീതി നിർവഹിക്കുന്ന ഭരണാധികാരികൾ ഇന്നും ലോകത്തിൽ അനേകയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പൈശാചിക സ്വാധീനതയിൽപ്പെട്ട് അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ നാം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്നാൽ നാം വായിക്കുമ്പോൾ ക്രൂശിൽ വെച്ച് കർത്താവ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. എന്നാൽ ആയുധവർഗം വെപ്പിച്ചവനെ കീഴ്പ്പെടുത്തിയെങ്കിലും അവനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടില്ല. ഒരു ചെറിയ ഇടവേള ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഈ ചെറിയ ഇടവേളയിൽ മനുഷ്യവംശം, അവൻ്റെ അധീനതയിലിരുന്ന മനുഷ്യകുലം ദൈവത്തെക്കുറിച്ചുള്ള ഉൾബോധം പ്രാപിച്ച് ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവസ്ഥൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ ഒരു ഇടവേള ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സാദൃശ്യമുണ്ട്. ഒരു അധികാരിയായ, ഒരു ധനാഢ്യനായ ഒരു വ്യക്തി, നല്ലവനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മകനെ കൊള്ളക്കാർ വളരെ ബാല്യത്തിൽ തന്നെ തട്ടിക്കൊണ്ടുപോയി അവനെ മയക്കുമരുന്നും ഇങ്ങനെ ഇതൊക്കെ കൊടുത്ത് അവനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവൻ്റെ മനസ്സിൽ ഒരു ക്രൂരമായ ജീവിത ശൈലി, സാഹസികമായ ഒരു ജീവിത ശൈലി അവൻ്റെ ചിന്തയിൽ ചെലുത്തി ഈ കൊള്ള സംഘത്തിൽ ഓരോ കൊള്ളയും ഓരോ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവനങ്ങ് ഹരമാകുക. അങ്ങനെ ചെലുത്തിയിരിക്കുമ്പോൾ ഇവനെക്കുറിച്ച് അന്വേഷിച്ച് നടന്ന പിതാവ് അവൻ ആ സംഘത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ സംഘവുമായി എതിരിട്ട് ഈ പിതാവ് ആ സംഘത്തെ കീഴ്പ്പെടുത്തി തൻ്റെ മകനെ മോചിപ്പിക്കുക. പക്ഷേ ഇദ്ദേഹം തൻ്റെ അപ്പനാണെന്നും താൻ അദ്ദേഹത്തിൻ്റെ മകനാണെന്നും തനിക്ക് ഇതുപോലെയുള്ളതല്ല, ഒരു നല്ല ജീവിതത്തിന് അവകാശമുണ്ടെന്നും ഇതൊന്നും ഈ മകൻ തിരിച്ചറിയുന്നില്ല. അപ്പോഴും അവന് കവർച്ച സംഘത്തിൽ അംഗമായി മദ്യത്തിനും മയക്കുമരുന്നിനും കീഴ്പ്പെട്ട് സാഹസികമായ ഒരു ജീവിതം നയിക്കുന്നതാണ് അവൻ്റെ ഹൃദയത്തിൻ്റെ ഹരമായിരിക്കുന്നത്. ഈ സമയത്ത് അവനെ തൻ്റെ മകനായി മടക്കി കിട്ടണമെങ്കിൽ ആ മകൻ ഒരു ബോധ്യം ഉള്ളവനാകണം. അവൻ തന്നെ മാറ്റം വരുവാൻ ആഗ്രഹിക്കണം. ഇത് അപ്പനാണെന്നും അവന് ഈ സാഹചര്യത്തിലായിരിക്കുന്നത് വഞ്ചിക്കപ്പെട്ടാണെന്നും അവൻ വഞ്ചിക്കപ്പെട്ട ഈ തെറ്റായ വഴിയിലായിരിക്കുന്നെന്നും ആ തെറ്റായ വഴിയിലൂടെ അവന് ലഭിക്കുന്ന ആ ഹരം, ആ ആവേശം, ആ സാഹസികതയുടെ ത്രില്ല്, അതൊക്കെ നൈമിഷികമാണെന്നും അത് നിലനിൽക്കുന്ന ഒരു ഗുണം അവന് ചെയ്യുകയില്ലെന്നും അവൻ തിരിച്ചറിഞ്ഞ് അവൻ അവസാനം ശിക്ഷയ്ക്ക് ഒരുക്കപ്പെടുകയാണെന്നുള്ളതും അവൻ തിരിച്ചറിഞ്ഞ് അവൻ അപ്പനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി അപ്പൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ഈ സംഘത്തോട് യാത്ര പറഞ്ഞ് ആ പഴയ ദുഷിച്ച ജീവിത രീതിയോട് വിട പറഞ്ഞ് അവനൊരു പുതിയ ജീവിതത്തിനായി സമർപ്പിക്കുവാൻ തീരുമാനം ആ മകൻ്റേതാണ്. ആ മകന് തീരുമാനമെടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തീരുമാനമെടുത്ത് അപ്പനെയും അപ്പൻ്റെ സ്നേഹത്തെയും അംഗീകരിച്ച് അപ്പനോട് കൂടെയുള്ള വാസത്തിനും അടിസ്ഥാനപരമായി അവനിൽ വന്ന ആ അധപ്പതിച്ച പ്രകൃതത്തിന് രൂപാന്തരം വരുവാൻ സമർപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം അപ്പൻ ഒരുക്കി കൊടുക്കുന്നു. ഏതാണ്ട് ഇതുപോലെയാണ് മനുഷ്യവർഗമെന്നാണ്. പ്രിയപ്പെട്ടവരെ, തങ്ങൾ ഏത് അവസ്ഥയിൽ ഈ പാപാവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ അധപ്പതിച്ച ദുഷ്ടജീവിതം മനുഷ്യ സമൂഹത്തിൽ പരന്നിരിക്കുന്നു, ഈ തെറ്റായ സ്വാധീനത്തിന് മനുഷ്യൻ എന്തുകൊണ്ട് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനുഷ്യനൊരു ഉത്ബോധമുണ്ടാകണം. ദൈവം അവൻ്റെ പിതാവാണെന്നും ദൈവം അവനെ സ്നേഹിക്കുന്നെന്നും പാപത്തിൻ്റെ ചിറ്റിമ്പങ്ങളിൽ അവൻ തുടർന്നാൽ അതിലെ ആവേശത്തിൽ മുൻപോട്ട് പോയാൽ അവൻ നിത്യശിക്ഷാവിധിക്ക് വിധേയപ്പെടുമെന്നുമുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ, ദൈവസന്നിധിയിൽ തങ്ങളെ സമർപ്പിക്കുവാൻ ഓരോരുത്തർക്കും ഇന്ന് അവകാശമുണ്ട്. ഓരോരുത്തർക്കും നിർമ്മല മനസാക്ഷി ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ഉൾബോധം ഓരോ മനുഷ്യ ഹൃദയത്തിലും ദൈവം നൽകിയിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ മനോഭാവം ആളുകളിലുണ്ട്. എന്നാൽ അതിനെ പാപ വഴികളിൽ പോകുന്നതിനുള്ള താല്പര്യം കൊണ്ട് മാറ്റിവെച്ച് ഈ ദൈവാന്വേഷണ ത്വര, ദൈവത്തെക്കുറിച്ചുള്ള ആ അന്വേഷണത്തിന് അവനിലുള്ള ആ താല്പര്യം, അവൻ പാപത്തിൻ്റെ ചിറ്റിമ്പങ്ങളിലെ ആവേശം കൊണ്ട് അതങ്ങോട്ട് മാറ്റിവെച്ചു. ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാതെ പാപത്തിൽ തുടരുകയാണ്. വരുവാനുള്ള ഭവിഷ്യത്തിനെക്കുറിച്ച് അവൻ തിരിച്ചറിയണം. വരുവാനുള്ള ഭവിഷ്യത്തിനെക്കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സ്വർഗീയ പിതാവിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുവാൻ അവന് ഉത്തരവാദിത്വമുണ്ട്. പ്രിയ ദൈവമക്കളെയും, ഇതാണ് ഇന്ന് മനുഷ്യ സമൂഹം സംഭവിച്ചിരിക്കുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴ്പ്പെടുത്തി, എന്നാൽ അവനെ തുറുങ്കിൽ അടച്ചിട്ടില്ല. അവൻ്റെ അധീനതയിൽ, അവൻ്റെ സ്വാധീനതയിൽ
വഷളായിപ്പോയ തൻ്റെ മക്കൾ ദൈവസ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് തങ്ങളെ തന്നെ ദൈവത്തിനായി സമർപ്പിച്ച് ഒരു പുതിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് അവകാശി എന്നുള്ള പദവിക്ക് വേണ്ടി അവർ ഒരുക്കപ്പെടുവാൻ ആവശ്യമുണ്ട്. ശാരീരികമായി ബലാത്കാരം പിടിച്ചുകൊണ്ട് ഈ കൊട്ടാര സമാനായ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അവനെ ആ നിലയിൽ ഒന്നും മാറ്റാൻ കഴിയില്ല. അവന് തന്നെ ബോധ്യമുണ്ടാകണം. അതാണ് ഇന്ന് പിശാച് ഒരു തോറ്റ് പിന്മാറുന്ന സൈന്യത്തിൻ്റെ ഒരു അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. തോറ്റ് റിട്രീറ്റിംഗ് ആർമി ഈസ് എ ഡേഞ്ചറസ് ആർമി. ഒരു തോറ്റ് പിന്മാറുന്ന സൈന്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകാരിയാണ്. അവൻ എന്ത് നാശവും ചെയ്തിട്ടേ പോകുള്ളൂ. തോറ്റ് പിന്മാറുമ്പോൾ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ചെയ്യാൻ കഴിയും ആ നാശനഷ്ടങ്ങളൊക്കെ ചെയ്തിട്ടേ അവന് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പിശാച് തങ്ങളാൽ ആവോളം മനുഷ്യവർഗത്തെ എത്രമാത്രം വഞ്ചിക്കാൻ കഴിയുമോ അത്രമാത്രം വഞ്ചിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് അവരെ നാശത്തിലേക്ക് വലിച്ചു കളയുവാനായിട്ട് പിശാച് വളരെ പരിശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഇങ്ങനെയൊക്കെയുള്ള ടാബ്ലറ്റും ഇതൊക്കെ കൊണ്ട് കുഞ്ഞുങ്ങളുടെ പഠിത്തം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പല കുഞ്ഞുങ്ങളും ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയും അതിനകത്തോട്ട് കടന്ന് തെറ്റായ വഴികളിൽ വളരെ അപകടകരമായ കമ്പ്യൂട്ടർ ഗെയിംസൊക്കെ കളിച്ച് വളരെ നാശത്തിലേക്ക് പോകുകയാണ്. വളരെ അങ്ങനെയുള്ള പല കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ ദുഃഖകരമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞങ്ങളെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങരുത്. ദൈവമാണ് നിങ്ങളുടെ പിതാവ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു നിത്യജീവൻ്റെ അവകാശം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പിശാചിങ്ങനെ ഇട്ട് തരുന്ന എരയുടെ പിന്നാലെ പോകരുത്. ഇതൊക്കെ എരയാണ്. എരയിട്ട് പിടിക്കുക. ചൂണ്ടലിൽ കൊളുത്തിയിരിക്കുന്ന ഇര പോലെ. മീൻ ഇതൊന്നും അറിയുന്നില്ല. മീൻ ആ എരയെ മാത്രമേ കാണുന്നുള്ളൂ. ആ എര പൊതിഞ്ഞിരിക്കുന്ന ആ ചൂണ്ടൽ ഈ മീൻ കാണുന്നില്ല. ആ ചൂണ്ടൽ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മീൻ ഒരിക്കലും ആ എരയുടെ പിന്നാലെ പോവുകയില്ലായിരുന്നു. ഇന്ന് പലപ്പോഴും സംഭവിക്കുക ഇതാണ്. മദ്യവും മയക്കുമരുന്നും തെറ്റായ വഴികളും എന്ന് വേണ്ട, ഇതിലൊക്കെ ഹരമ്പുണ്ട്. ആളുകൾ വളരെ തെറ്റായ വഴികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സമൂഹത്തിനൊരു പുനരുദ്ധാനം ഉണ്ടാകണം. സമൂഹത്തിന് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ജോലിയും പണവും ഒന്നുമല്ല ഒന്നാമത് ആവശ്യം. സമൂഹത്തിന് ഇന്ന് ആവശ്യം ദൈവബോധമാണ് ആവശ്യം. സമൂഹത്തിന് ഇന്ന് ആവശ്യം തെറ്റായ പാപപ്രവണതകളിൽ നിന്നുള്ളൊരു മോചനമാണ് ആവശ്യം. പ്രിയപ്പെട്ടവരെ, തെറ്റായ പാപപ്രവണതകളുടെ ഹരം, അതിൻ്റെ ആവേശം, അതിൻ്റെ ത്രില്ല്, അതിലങ്ങ് ആകർഷിക്കപ്പെട്ട് അങ്ങനെ പോകുന്ന ഈ സമൂഹത്തിന് ദൈവബോധത്തിലേക്കുള്ളൊരു മടങ്ങിവരവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഇന്നത്തെ അധികാരികൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും തിരിച്ചറിയാതെ തെറ്റായ വഴികളിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തെ നാം പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുകയും നമ്മളാൽ ആവോളം പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളോട് ദൈവബോധമുള്ളവരായി തീരത്തക്ക നിലയിൽ അവരെ ഉപദേശിക്കുകയും സ്നേഹത്തോടെ അവരോട് ഇടപെടുകയും ചെയ്യണം. ആരും ഉപദേശമൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ആരും നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ സ്നേഹം കൊണ്ട് അവരെ സ്വാധീനിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, സ്നേഹം കൊണ്ട് അവർക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുവാനുള്ള അവസരം ഒരുക്കുകയാണെങ്കിൽ, ആ സ്നേഹപൂർവമായ ആ ഇടപെടൽ അവരെ ആ തെറ്റായ വഴികളിൽ നിന്നും രക്ഷിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുകയും ഈ അധികാരസ്ഥർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രബോധനമാണ്. ആകട്ടെ, സ്തോത്രം. അപ്പോൾ ഇന്നത്തെ അധികാരങ്ങൾ കീഴടങ്ങിയിരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ ചിത്രം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻപോട്ട് പോകുന്നു. ഇനി ദൈവമക്കളും രാഷ്ട്രീയം എന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ അല്പമൊന്ന് ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. ദൈവമക്കൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടുവാൻ കഴിയുമോ? ഇടപെടാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ചോദ്യം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ ഇന്നത്തെ സംവിധാനത്തിൽ ദുഷ്ടൻ്റെ അധീനതയിലിരിക്കുന്ന ഭരണ സംവിധാനം, ദുഷ്ടൻ്റെ അധീനതയിലിരിക്കുന്ന സമൂഹം തെറ്റായ പ്രവണതകൾ അംഗീകരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുന്നതുമായ ഒരു മനുഷ്യ സമൂഹമാണ് നമ്മുടെ നടുവിലുള്ളത്. അങ്ങനെയുള്ള ആളുകൾ അവരാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വഴികളിലേക്ക് നിങ്ങൾ തരം താഴണം.
പലപ്പോഴും ഇലക്ഷനൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇലക്ഷനൊക്കെ വരുമ്പം എതിരാളിയെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യമെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ജയിക്കാൻ ശ്രമിക്കുകയല്ല, എതിരാളിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എതിരാളിയെ തോൽപ്പിച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് ജയിക്കുമല്ലോ. അപ്പോൾ എതിരാളിക്കെതിരെയുള്ള പ്രവർത്തനവും നോക്കണേ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പലപ്പോഴും തെറ്റായ വഴികളും കുപ്രചരണങ്ങളും കുതന്ത്രങ്ങളും എന്ന് വേണ്ട കൈക്കൂലിയും സ്വാധീനം ഇതൊക്കെ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നോക്കണേ, പണത്തിനും മോഹന വാഗ്ദാനങ്ങൾക്കും കീഴ്പ്പെട്ട് ആളുകളെ തിരഞ്ഞെടുക്കുകയും ഇങ്ങനെ ഇലക്ഷൻ തന്നെ പലപ്പോഴും ഒരു തെറ്റായ വഴിയിലാണ് നടക്കുന്നതെന്നുള്ളത് നമ്മൾ ദുഃഖത്തോടെ അംഗീകരിക്കാനുള്ളൊരു സത്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരി, അതുകൊണ്ട് ഒരു ദൈവവേദന ആദ്യം ചിന്തിക്കണം. ഇങ്ങനെ ഒരു ഇലക്ഷന് നിന്ന് ഈ ഇലക്ഷനിൽ ജയിച്ച് അധികാരത്തിലേക്ക് വരുവാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടാൽ ആ തെറ്റായ വഴികളിലൂടെ അല്ലാതെ നിങ്ങളെ അധികാരത്തിലേക്ക് നടത്തുവാനായിട്ട് ദൈവത്തിന് കഴിയും, തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് തെറ്റായ വഴികൾ അവലംബിച്ച് അധികാരത്തിലും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഭരണ സംവിധാനത്തോട് ബന്ധപ്പെട്ട നിലയിലേക്കും എത്തിച്ചേരുവാൻ ഒരു ദൈവ പൈതൽ ഒരിക്കലും ശ്രമിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ നേരായ വഴിയിൽ കൂടി നീതിയായ മാർഗത്തിലൂടെ നിങ്ങളുടെ നിത്യജീവനും ആത്മരക്ഷയും അപകടത്തിലാക്കാതെ, അതോർക്കണം. നിങ്ങളിവിടെ അധികാരം പിടിച്ചെടുക്കാനും കസേര കൈയാളുവാനും ഭരണ സംവിധാനത്തോട് പങ്കാളിത്തം കിട്ടാനും ഇതിനു വേണ്ടിയൊക്കെ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിത്യജീവനിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകുന്ന തെറ്റായ വഴികളിലേക്ക് വശീകരിക്കപ്പെടുവാൻ ഒരിക്കലും ഇടയാകരുത്. അത് താൻ ചത്തേച്ച് മീൻ പിടിക്കുന്നത് പോലെ ഇരിക്കുമല്ലോ. ഒരിക്കലും അതിന് നമ്മൾ മുതിരരുത്. എന്നാൽ ഈ അധികാരത്തിലേക്ക് വരുന്ന ആ തത്വം ശരിയാണെങ്കിലും അതിന് ഉപയോഗിക്കേണ്ട മാർഗത്തെക്കുറിച്ച് ആദ്യം വിലയിരുത്തണം. നല്ല കാര്യമാണ്, അധികാരത്തിൽ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിന് ഉപയോഗിക്കേണ്ട മാർഗം എന്താണ്, അത് ഒരു ദൈവപൈതലിന് സ്വീകാര്യമാണോ എന്നുള്ളത് ആദ്യം വിലയിരുത്തിയ ശേഷം മാത്രമേ അങ്ങനെയുള്ള ഒരു ചുവടെടുക്കുവാൻ ഒരു ദൈവപൈതൽ പാടുള്ളൂ. അത് ദൈവപൈതൽ നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. ആട്ടെ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ നിത്യജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ഒരു അധികാരത്തിലേക്കും എത്തിച്ചേരുവാൻ നമ്മൾ വശീകരിക്കപ്പെടരുത്. ഇന്നത്തെ നമ്മുടെ സമൂഹം തെറ്റായ വഴികളിൽ പിശാചിന്റെ സ്വാധീനത്തിൽപ്പെട്ടിരിക്കുമ്പോൾ അവരെ ദൈവബോധമുള്ളവരാക്കുവാനും സ്വർഗീയ പിതാവിങ്കിലേക്ക് മടങ്ങി വരുവാൻ അവരെ പ്രേരിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അടുത്തത് അവരുടെ മുമ്പിൽ ഏറ്റവും മാതൃകയുള്ള ജീവിതം നയിക്കുവാനും, സ്തോത്രം, അവരോട് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുവാനും നമുക്ക് ചുമതലയുണ്ട്. അതിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അതിന് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നാഥ, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നെങ്കിലും അങ്ങുന്നാണല്ലോ ആത്യന്തിക അധികാരിയായിട്ടുള്ളവൻ. കർത്താവേ, അവിടുന്ന് അനുവദിക്കാതെ ആർക്കും അധികാരത്തിൽ വരുവാൻ കഴിയുകയില്ല. ഞങ്ങൾ അറിയുന്നു, അധികാരത്തിൽ വരുന്നവരെ സ്വാധീനിക്കുവാൻ പിശാച് പരിശ്രമിക്കുമെങ്കിലും അവരുടെ മേൽ അവിടുത്തെ സംരക്ഷണം നൽകി തെറ്റായ വഴികളിലേക്ക്, നീതിയില്ലാത്ത തീരുമാനങ്ങളിലേക്ക് അവർ പോകുവാൻ ഒരിക്കലും ഇടയാകാതെ ഞങ്ങളുടെ സമൂഹത്തിൽ നീതി നിലനിൽക്കുവാൻ തിരുമേനി കൃപ ചെയ്യണമേ. കർത്താവേ, പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങി ഞങ്ങളുടെ സമൂഹം, പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും തെറ്റായ വഴികളിലേക്ക് സ്വാധീനിക്കപ്പെടുന്നത് കണ്ട് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവിടുത്തെ തിരുഹൃദയത്തിലും അത് ദുഃഖമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അവരോട് തിരുമേനിയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനും അവരിലേക്ക് കർത്താവെ ദൈവബോധം വളർത്തുവാനും അവരിൽ ദൈവബോധം വളർത്തുവാനും ഞങ്ങളെല്ലാവോളം ഉത്സാഹിക്കുവാനും അവരുടെ മുമ്പിൽ ഏറ്റവും മാതൃകയുള്ള ജീവിതം നയിക്കുവാനും ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും അവിടുത്തെ സാക്ഷികളായി നിൽക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അധികാരികളെ തിരുമേനിയുടെ സംരക്ഷണയിൽ നിലനിർത്തിക്കൊള്ളണമേ. ഈ ഭരണ സംവിധാനം നീതിയുള്ളതായി തുടരുവാൻ കൃപ നൽകണമേ. മഹത്വം അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ.